ഏതാ ഫ്രെയിം അല്ലേ? നിറഞ്ഞു നിൽക്കുകയാണ് ഫ്രെയിം അങ്ങ്. അമ്പൂട്ടം മാത്രം നിന്ന് അതല്ലേ ഡാൻസ് ആയിരുന്നു അന്നേരം എല്ലാം. ഇനി നമുക്ക് ഡാൻസ് കളിക്കാലോ. പാടിയിട്ട് നിൽക്ക്. ഇപ്പൊ മൈക്ക് വേണം. സ്വന്തമായിട്ട് ഡാൻസ് ആയിരുന്നു. നമ്മള് ബ്രേക്ക് ഡാൻസ് ഒക്കെ തുടങ്ങി ഗൈസ്. ഞാൻ അടുത്ത സ്റ്റെപ്പ്, മറ്റേ സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ചു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താവും അറിയുന്നത്. കാരണം അമ്പൂട്ട് നമ്മൾ 3 പേരും ചലഞ്ചിലുണ്ട്. സാധാരണ നമ്മൾ ചലഞ്ച് എടുക്കുമ്പോൾ ഒന്നേ അമ്മയെ ഏൽപ്പിക്കാറാണ് പതിവ്. ഇന്നത്തെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടി ഇല്ല. ഒരാൾ ചലഞ്ച് ചെയ്യുമ്പോൾ ഒരാൾ പിടിക്കണം. അത് ശരി. അപ്പൊ എന്തായാലും നോക്കാം. അതുകൊണ്ട് തന്നെ അമ്പൂട്ടൻ എങ്ങനെയാവും ഈ വീഡിയോ ഒരു പിടുത്തമല്ല. ഇവിടെ ഒക്കെ ട്രൈപ്പോഡൊക്കെ അല്ലെങ്കിൽ കുലുക്കി തള്ളി ഇടുന്നതാണ് അവൻ. അതുകൊണ്ട് ക്യാമറ ഒക്കെ ഇവിടെ ഇരുന്ന ഭാഗ്യം. ഇപ്പൊ അടങ്ങിയിരിക്കുന്നെങ്കിൽ ഇച്ച് കഴിയുമ്പോ ആയിരിക്കൂല. അത് ഈ ഫുഡൊക്കെ ഓരോന്നായിട്ട് വരുമ്പോ ആദ്യം അവന് കൊടുക്കണം. അവന് കൊടുത്തിട്ട് വേറെ ആരെങ്കിലും തിന്നാവും. അപ്പൊ ബൈ ദ ബൈ നമ്മൾ ഇന്നത്തെ ചലഞ്ച് എന്താണ് പറയും? ചലഞ്ച് ഗുഡ് ഓർ ബാഡ് എക്സ്പ്രഷൻ ചലഞ്ച്. നോ എക്സ്പ്രഷൻ. ഇത് നമ്മുടെ ബിഗ് ബോസിൽ ഒരു ചെയ്തിട്ടുള്ള ചലഞ്ചാണ്. പക്ഷെ ബിഗ് ബോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന 2 പേരെ കബളിപ്പിച്ചുകൊണ്ട് അത് നല്ല ഫുഡാണോ എന്ന് നമ്മുടെ മുഖത്ത് കാണരുത്. അവർ ഗസ് ചെയ്യണം. അപ്പൊ ഗസ് ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പോയിന്റ്. സിമ്പിൾ ആയിട്ടുള്ള ചലഞ്ചാണ്. അപ്പം നമ്മളിപ്പോ കഴിക്കും ഫുഡ് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കും. അത് മറ്റുള്ളവർ തെറ്റിച്ചാ പറയുന്നെങ്കിൽ നമ്മുടെ മിടുക്കല്ലേ, അപ്പൊ നമുക്കൊരു പോയിന്റ് കിട്ടും. അങ്ങനെ പോയിന്റ് ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് അവര് വിൻ ചെയ്യും. ഫുൾ ഒരു ചലഞ്ചിൽ ആദ്യമായിട്ടാണ്. അപ്പൊ നോക്കാം. അപ്പൊ ഫുഡുകളൊക്കെ വരട്ടെ. അപ്പൊ ഗൈസ് നമ്മുടെ ഫുഡുകളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇതിനകത്ത് നല്ല ഫുഡും ഉണ്ട്, വളരെ മോശം. ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഓരോ ഫുഡ് 3 വട്ടം എടുത്തിട്ടുണ്ട്. ഇത് എത്ര ഐറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ 5, 6 ഐറ്റം. 6 ഐറ്റം 3 വട്ടം. 3 വട്ടം. നമ്മളെ 3 പേർക്ക് വേണ്ടിയിട്ടുള്ളത്. അവർക്ക് ഒരു ക്ലൂ കൊടുക്കാതെ കഴിക്കണം. അതാണ് നമ്മൾ ടാസ്ക്. അതങ്ങനെ പലതും കാണിച്ചോണ്ടിരിക്കുക. അതൊക്കെ സഹിക്കണം. അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് തള്ളിക്കളയണം. നമുക്ക് അടി അച്ഛ അങ്ങനെ ആക്കാൻ. തുടങ്ങാം. അമ്മ ഇങ്ങനെ കേട്ടോ സംസാരിക്കാറില്ല. വളരെ കുറച്ച് മാത്രം സംസാരിക്കാറുണ്ട്. സംസാരിക്കും വീഡിയോക്ക് അപ്പുറം. വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ മിണ്ടൂല. കണ്ടാ നമ്മള് ഡിസ്കസ് ചെയ്ത് അമ്മയുടെ എക്സ്പ്രഷൻ കണ്ട് ഡിസ്കസ് ചെയ്തിട്ടേ പറയാൻ പാടുള്ളൂ. എന്താന്ന് വെച്ചാൽ എടുത്ത് കുടിക്കോ? ജ്യൂസാണ്. ഓക്കെ. ആരും ചിരിപ്പിക്കുന്നില്ല. ഞങ്ങൾ ചിരിപ്പിച്ചില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. ഭയങ്കര പ്രയാസമായിരുന്നു. മുഖത്ത് വരാത്ത രീതിയിലൊക്കെ കുടിക്കാനൊക്കെ എക്സ്പ്രഷൻ. എന്നിട്ട് വീട് തുടങ്ങിയപ്പോഴൊക്കെ പറഞ്ഞിട്ടോ, ഞാൻ പറഞ്ഞ അമ്മ നല്ലത് കഴിച്ചാലും പന്നിലായിട്ട് എക്സ്പ്രഷൻ ഉണ്ടേനെ. ഒരേ എക്സ്പ്രഷൻ അധികം കുഴപ്പമൊന്നുമില്ലല്ലോ. ആയിക്കോ. പക്ഷെ ഏട്ടന് കത്തിയില്ലേ? എനിക്ക് കത്തി. എടി ഉപ്പായിരുന്നു. എന്തായിരുന്നു? നീ എന്താ വിചാരിച്ച അമ്മയെ കുറിച്ച്? അമ്മയ്ക്കൊരു പോയിന്റില്ലേ? പോയിന്റ് എന്നുവെച്ചാലേ കുടിക്കാൻ ഇറക്കാൻ പറ്റാത്ത രീതിയിൽ അഭിനയിച്ച് കാണിച്ച്. ഞാൻ വിചാരിച്ചത് ഉപ്പ് കാരണം അമ്മ കുടിക്കാൻ പറ്റില്ല. കാരണം അമ്മ ഒരുപാട് ഉപ്പിട്ടുള്ള ആഹാരങ്ങൾ കുടിക്കത്തില്ല. നമ്മളെ പറ്റിച്ചു കൊച്ചു കള്ളി. കൊള്ളാലോ. ഒരു പോയിന്റ് കിട്ടി. വിഷമായിരുന്നു. നമ്മള് ഈ ഫുഡിന്റെ എല്ലാം താഴെ നമ്മൾ ഗുഡ് ഓർ ബാഡ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഇവര് കുടിക്കുന്നത് കള്ളം പറയാണ്. ഇപ്പൊ നല്ലത് നമ്മള് നല്ലതെന്ന് പറഞ്ഞാൽ ചിലപ്പോ അവര് പന്നലെന്ന് പറയും. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ലല്ലോ. ചോറിന്ന് ഓവർ എക്സ്പ്രസ് ചെയ്യണമല്ലേ അമ്മ എങ്ങനെ ഇട്ടത് പറഞ്ഞ. ഓക്കെ. നമ്മള് ഡിസ്കസ് ചെയ്യണം. അമ്മ നോക്ക്. ഏട്ടന്റെ എന്റെ മുഖത്തല്ലേ, ഏട്ടന്റെ മുഖത്ത് നോക്ക്. അമ്മൂട്ട അമ്മയുടെ മുഖത്ത് നോക്ക്. പാലായിട്ട് ഇഷ്ടമല്ല. ഈ മാമ
അമ്മക്ക് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, അമ്മ പറഞ്ഞത് ബാഡ് എന്നാ, ഞാനും ബാഡിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ തീരുമാനം. എടാ ഞാൻ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞേ അമ്മ ഗുഡാണെന്നേ. അപ്പൊ അമ്മ പറഞ്ഞു അല്ല ബാഡാണ്. ഞാൻ പിന്നെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തയാ. അമ്മ അടുത്ത സീസണിൽ ബിഗ് ബോസ് കടിച്ചു പിടിച്ച് എന്തൊരു ഉപ്പായിരുന്നറിയോ ഞാൻ. എനിക്കൊക്കെ പായലോട്ട് ചെന്നപ്പോ നിങ്ങൾക്ക് വേണോന്നൊക്കെ. അടുത്ത മോളോട് ഇത് മാറ്റും, ഇത് എടുത്തത് മാറ്റണം, അങ്ങ് മാറ്റണം. തയ്യാറെടുപ്പാണോ? തയ്യാറെടുപ്പാണ്. ഞാനിപ്പോ എനിക്ക് ഇഷ്ടം ഏതായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്? നൂഡിൽസ്. കൊച്ചു കള്ളി. ഇല്ല, അവൾക്ക് ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കാം കേട്ടോ. അത് നമ്മളെ കൺഫ്യൂസ് ആക്കാനുള്ള പരിപാടിയാ. തിന്ന് തീർക്കട്ടെ. അയ്യോ കൊണ്ടെന്ന് തോന്നുന്നു, ഇപ്പാന്ന് തോന്നുന്നു എനിക്ക്. ആണോ? കാണിക്കാത്തയാണോ? അമ്മ പറയുന്നത് ഉപ്പാണെന്നാണ് കേട്ടോ. നല്ലയാന്നില്ലേ? അമ്പ് പറ, അമ്മയുടെ കള്ളത്തിലാണോ? ഇനി എടുത്തോ. നല്ലതാണ് കഴിച്ചത്, നല്ലതാണ്. നിങ്ങളെന്നെ നോക്കൂ. അമ്മ പറയുന്നതെല്ലാം കറക്റ്റ് കേട്ടാ. സത്യത്തിൽ പോയിന്റ് ബേസ് നോക്കുവാണെങ്കിൽ എല്ലാ പോയിന്റും അമ്മക്കാണ് മുതലേ കൊടുക്കാനുള്ളത്. അല്ല, കഴിക്കുമ്പോ മാത്രമേ പോയിന്റ് എടുത്തോളൂ. ഇപ്പൊ നമ്മളുടെ ഒരു സീറോ, അമ്മ നിൽക്കുന്ന ടോപ്പിൽ നിൽക്കുന്നത്. ഒന്നിനും വീട്ടില് വൻപ് ഉടായിപ്പാ. ഞാൻ തുറന്നു പറയാൻ മൃദുലെ എഴുത്ത് ആരും കാണല്ലേ, തറയിൽ ഒട്ടിച്ചു വെച്ച്. ഓംലെറ്റ് ആണേ. അല്ല ഞാൻ ആസ്വദിച്ച് കഴിക്കുന്ന കഴിച്ചു കഴിഞ്ഞു ഇറക്കിയോ? ഞങ്ങളുടെ തീരുമാനം നല്ല ഫുഡാണ്. നല്ല ഫുഡാണ്, നല്ലതായിരിക്കും. ഗുഡാ, നമ്മള് റൈറ്റ് ആയി. അങ്ങനെ അമ്മയ്ക്ക് ഒരു പോയിന്റേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇത് മാറ്റിക്കോ, ഇത് മാറ്റാം. അടുത്ത ഏട്ടൻ ചോറ് തിന്നിട്ടാ. ചോറ് തിന്നിട്ട് ഞാൻ എടുത്തോളാം. ഇല്ല ഇതാ അവന്റെ കയ്യിൽ ഇരിക്കട്ടെ, അങ്ങാതിരിക്കുമ്പോ അനങ്ങരിക്കട്ടെ. അമ്പു ചോറാണ്. അമ്പു നിനക്ക് പണ്ടേ അഭിനയിക്കാൻ അറിയത്തില്ല. എടാ വരുന്നില്ലടോ. ഓ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ്. ഇപ്പൊ കിട്ടും ബൈക്ക് അച്ഛൻ തിന്നിട്ട്. അയ്യോ നമുക്ക് നമ്മള് നോക്കണം, അതാണ് നോക്കാൻ വേണ്ടിയല്ലേ ഈ അഭിനയിക്കുന്നേ. നമ്മൾ നല്ലതാ, നല്ലതാ. ഇത്രേ അഭിനയിച്ച് കൊളവാക്കി ചളവാക്കി നോക്കെ ചോറ് കഴിച്ചിട്ട് 2-3 കൊട. ഇതേത് മുദ്രയെന്ന് എനിക്കറിയാം. തിന്നാൻ പറ്റുന്നില്ലെന്ന് അറിയിക്കാനേ. ഞാനല്ലേ ഞാൻ ജ്യൂസ് കുടിക്കുന്നെ. ഉറപ്പിച്ചോ? ഉറപ്പിച്ച് ബേഡ.
അപ്പൊ എനിക്കൊരു പോയിന്റ്. മൃദുലയ്ക്ക് അമ്മയ്ക്ക് ഒരു പോയിന്റ്, ഞാനാണ് അപ്പൊ എക്സ്പ്രഷൻ കണ്ട് മാത്രം സത്യതയോ എവിടെ ഒരു എക്സ്പ്രഷൻ ഇടാത്തോണ്ട് ഒന്ന് കൺഫ്യൂസ് ആയി പോകുന്നു. അങ്ങനൊക്കെയാ. എങ്ങനെ കുടിച്ച്? സ്പൂൺ വേണമെന്നില്ല, ഇങ്ങനെ കുടിച്ചാലും മതി. നമുക്ക് എന്തോ സ്പൂൺ കൈയൊക്കെ വെച്ച് മാറ്റി ഒരാളെ തിന്നുന്ന വായി നോക്കിയിരിക്കുക. മൊത്തം തീർന്നില്ല, മൊത്തം തീർത്തിട്ട് നോക്ക്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ബാഡാണ്. ശരി, ഇതിനെ കുടിച്ചോളാതെ വിശ്വസിച്ചു. അമ്മായിനെ കുറിച്ചുള്ള മണ്ടക്കാറല്ലേ ഏട്ടാ, കൂടുതൽ ചിരിപ്പിക്കല്ലേ. ബാഡാ ബാഡല്ലേ മുതലേ? ബാഡാ ബാഡാ കൺഫേം ചെയ്തു. എന്തുവായിരുന്നു? എടാ, സമ്മാനം വല്ലതും ഉണ്ടോ? വിജയിക്കുന്നവർക്ക് സമ്മാനം വല്ലതും ഉണ്ടോ? നീയാ പറഞ്ഞ ബാഡെന്ന്. ഞാൻ കഴിക്കുമ്പോ നിങ്ങളെ കണ്ടുപിടിക്കും. ഞാൻ ഇല്ലേ ഈ കളിക്ക്. എടുക്കാത്ത റേറ്റും ബ്രെഡ് ആരും എടുക്കില്ല. വേണ്ട വേണ്ട. പറയട്ടെ, ബുദ്ധ ഫുഡ് വെച്ചിട്ട് ചുമച്ചാ പണി കിട്ടുവേ. നിങ്ങളെ നടത്തി മനുഷ്യ ഓവർ എക്സ്പ്രഷൻ ഇട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ കത്തുന്നുണ്ടെ ഞാൻ പറഞ്ഞ അമ്മ പറഞ്ഞ ഞാനല്ല. ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തേ. അമ്മ ഇല്ല കേട്ടോ. നിന്നോ അടുത്ത നീ ഇന്ന പാമ്പു എന്താ അമ്മ അടുത്ത് വരുന്നുണ്ടോ? ഒരു കോപ്പറേറ്റീവ് പാമ്പു. നോക്ക് അമ്മച്ചി, നോക്ക് ഉടായിപ്പ് അമ്മച്ചി, നോക്ക്. എവിടെ ഒരു മഷി ഇട്ടാലും മനസ്സിലാവാത്ത അവസ്ഥ വരുക. ബാഡെന്നാ ബാഡാണടി. എന്നോട് ചോദിക്കുന്നു, ഉറപ്പ് പറഞ്ഞാൽ നോക്കാം. ബാഡാന്ന് നമുക്ക് കൺഫേം ചെയ്തേ. ഞാനല്ല, എന്റെ അമ്മച്ച, ഞാൻ കുട്ടി പറയരുതാ. സത്യാണ്, ഞാൻ കുട്ടി പറയരുതാ. ഫുഡ് ഐറ്റം എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എടാ, പോയിന്റുകൾ നേടാനുള്ള വാശി. അമ്മ നോക്കി കഴിക്കുന്നു. ഞാൻ നോക്കാം. വീർത്ത് കുളിച്ചെല്ലാരും അല്ലേ? ഞാൻ നോക്കുന്നുണ്ട് ഞങ്ങള്. മഷിയിട്ടാലും കിട്ടൂല. അതുകൊണ്ട് 100% നല്ലതായിരിക്കും. വെയിറ്റ് ഒന്നുകൂടി നോക്കട്ടെ. ലാസ്റ്റ് നോക്കട്ടെ. 100% ബാഡായിരുന്നു. ബാഡാ ലാസ്റ്റിലത്തെ കോൺഫിഡൻസിൽ പോയി. നിങ്ങൾ എത്ര നോക്കിയാലും കണ്ടുപിടിക്കുന്നത്. ചുമ്മാ പറഞ്ഞു കറക്കി കുത്തിയതാണ്. സത്യം പറയാല, കറക്കി കുത്തിയതാണ്. എന്തായിരുന്നു ഉപ്പായിരുന്നാ? മധുരം മധുരം വിട്ട ചോറ്. അമ്മയ്ക്ക് 2 പോയില്ലേ? അമ്മയ്ക്ക് 2, എനിക്കൊന്ന്. അച്ഛൻ ജയിക്കും. ഈ റൗണ്ട് അച്ഛൻ ജയിച്ചിരിക്കും. ഒരു ഉമ്മതാ. ഉമ്മയൊക്കെ പിടിച്ചു വാങ്ങിച്ചോണ്ട് ഓടുന്നു. അമ്മൂട്ട് സംസാരിക്കാനായിരിക്കും അവൻ പറഞ്ഞെ കറക്റ്റ് ആയിട്ട്.
പെട്ടെന്ന്. എടാ ഇതിപ്പോ അത് തിന്നു തീരുമ്പോഴത്തേക്ക് റൗണ്ട് സമയം പെട്ടെന്നില്ലേ ഞാൻ തിന്നത് എന്റെ ഇഷ്ടമല്ലേ കഴിച്ചു തീർക്കണോന്ന്. ആ സമയം പോയി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞോ പറയട്ടെ, അമ്മ പറയട്ടാ ഒരു പോയിന്റെങ്കിലും കിട്ടിക്കോട്ട് പോട്ടെ, പന്തലാന്ന്. അയ്യേ അയ്യേ, ഞാനല്ലേ ഗൈസ്, അമ്മയാണ് പറഞ്ഞ ബാഡപ്പ്. നിങ്ങൾക്കേ എന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. എന്റെ ഓവർ എക്സ്പ്രഷൻ ആണോ? എനിക്ക് എങ്ങനെ പോയിട്ട് നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. പോയിന്റ് കിട്ടുന്നില്ല ഭാവത്തിന്. ഏട്ടനെ നോക്കുന്നില്ലേ? എവിടെ വാശനം പഠിച്ചതൊന്നുമല്ലല്ലോ, നല്ലോണം കഴിക്കുന്നുണ്ടോ? ഞാനും അമ്മയുടെ കൂടെ പോകുന്നു. ബാഡ് ഞാൻ പറഞ്ഞു. ഞങ്ങള് സമസമാണേ അല്ലേ? അമ്മക്ക് രണ്ടല്ലേ? എന്ത് പറ്റി രമണ? മൃദുലക്ക് 2, അമ്മക്ക് 2. അരിയോ നോക്കിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോ ബാഡാ ഗുഡാണ് ഗൈസ്, ഗുഡാ. അതെന്താണെന്നറിയോ? ഇത് കൊറിയൻ സ്പൈസിയാ, നല്ല എരി. അമ്മ വിചാരിച്ച എരി ഇട്ടാരിട്ടേത്. അപ്പൊ ഗുഡാ. 3 പോയിന്റ് തരാം. പല്ലിലായിട്ട് അഭിനയിച്ചൊരു ചിരിയും കൂടെ കേട്ടാ. ഒന്നും ഒരു എക്സ്പ്രഷനും ഇടാത്തോണ്ട് വാരി വെച്ച് കിടുക എക്സ്പ്രഷൻ. അയ്യേ മാറകോട്ട്. ഇങ്ങോട്ട് വന്ന് പറ, എന്റെ അടുത്ത് പറ ആദ്യം. ഗൈസ്, അമ്മയുടെ തീരുമാനം അനുസരിച്ച് ഞാൻ യോജിച്ച് ബാഡാ. ഞാൻ പോയി, ഞാൻ നിർത്തുവോ ഈ കളി. ഈ ചലഞ്ച് കൊണ്ടുവന്ന ആരാ? ഞാൻ അമ്പു എന്നെ തലക്കടിക്കുന്നു. അത് നീയല്ലേ? വിഷമുണ്ടോ? സങ്കടമുണ്ട്. മരം എന്തായാലും എക്സ്പ്രഷൻ നല്ലതാന്ന് തോന്നുന്നു. മോശമാണോ? പന്നലാന്നാ? ബാഡ് ഉറപ്പിക്കാം. പക്ഷെ എനിക്കൊന്ന് ഗുഡാന്ന് തോന്നുന്നു. ഗുഡാ രണ്ടുപേരും തീരുമാനിച്ചു. ഗുഡ്. എനിക്ക് എന്നാലും ഒരു ഡൗട്ട്, ഇവള് ഒരു ആട്ടമൊക്കെ ഒരു ചാട്ടമൊക്കെ അത് കറങ്ങി കുത്തിയതാ. അത് വേറെ കാര്യം. ബാക്കിയെല്ലാം കഴിച്ചത്. വെള്ളം വേണോ? കാടിയുണ്ട്, എടുക്കട്ടെ. ഉപ്പായില്ലേ? സത്യതി ഉപ്പല്ലേ? അപ്പം മധുരമാ. ഞാൻ പലതും പറയും. ഇത് അബു വേടാ അല്ലയോ?
ഗൈസ് ഇത് ബാഡായിട്ടുള്ള ബ്രെഡാണ്. ബാഡാണ്. അയ്യോ അയ്യോ ഉപ്പായിരുന്നാ? ഇതിലെങ്കിലും ഒരു പോയിന്റ്. തീരാറായി, റൗണ്ട് തീർന്ന്. ലാസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റ് ഓംലെറ്റ്. ഓംലെറ്റ് ഒക്കെ ഞാൻ തിന്നോട് തിന്നണം, എല്ലാം കൂടെ ഒറ്റയ്ക്ക് വായിലിട്ട് തിന്നണം. അമ്പൂട്ട് ഒരു അന്തവും കുന്തവും ഇല്ലാതെ നോക്കുന്നു. അത് വിട്ട് നോക്കുന്നു. അത് നോട്ടായോ? തല കൈ വെക്കുന്നവനെ. മാമ ശീത എനിക്ക് അമ്പലത്തിലൊക്കെ ആൾക്കാർ തുള്ളുമല്ല, അതുപോലെ തോന്നുന്നു. ഗുഡോ ബാഡോ? അല്ല, ബാഡെന്ന് നാളെക്കേടായിരുന്നു സീറോയില് പൊട്ടിപ്പോയിരുന്നെങ്കിൽ. മൃദുലയുടെ ഒറ്റ റൗണ്ടും കൂടി ഉള്ളു ഗൈസ്. ഇതിൽ ഞാൻ ജയിക്കുവാണെങ്കിൽ ഞാനും അമ്മയും ടൈറ്റായി ആയിരിക്കും. ഇതിൽ ഞാൻ തോറ്റ അമ്മയ്ക്ക് 3 മാർക്ക്, എനിക്ക് 2 മാർക്ക്, ഏട്ടന് 1 മാർക്ക്. അപ്പൊ നീ അമ്മയും ടൈറ്റ് ആയല്ലേ? അല്ല, ഇപ്പഴല്ല, ജയിച്ച ടൈറ്റ് ആവും. ആലോചിച്ച് പറഞ്ഞോ, കാരണം അമ്മയ്ക്ക് ജയിക്കാൻ പറ്റും. ഈ റൗണ്ട് കറക്റ്റ് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ജയിക്കാം. ഇല്ലാതുകൊണ്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യാം. നമ്മളെന്തായാലും ജയിക്കാൻ പോകുന്നത്. അപ്പം അമ്മയുടെ എന്താണോ പറയുന്നത് നമ്മൾ മാനിക്കുന്നതാണ്. നമുക്കുള്ള തീറ്റ കണ്ടിട്ട് ഗുഡ് പോലെ തോന്നുന്നു, പക്ഷെ ബാഡായിരിക്കും. ബാഡാണ്. പ്രവീണിന്റെ അഭിപ്രായം പറ. അല്ല ഞാൻ പറയുന്നില്ല, കാരണം അമ്മയ്ക്ക് ജയിക്കാനുള്ള ചാൻസ്, അതുകൊണ്ടാ ഇത് പറഞ്ഞ് ജയിക്കാം. അപ്പൊ അമ്മയുടെ ഒപ്പീനിയൻ പറയാം, ഞാൻ പറയണ്ട. ബാഡോ ഗുഡോ? ബാഡ്. ബാഡ്. ബാഡാന്ന് പറയുന്നത്. അമ്മ ജയിച്ച് ഇത് പറഞ്ഞു ബാഡാക്കിയതാണ്. എന്തായാലും ഗൈസ് നമ്മുടെ അടിപൊളി ഒരു ചലഞ്ച് ആയിരുന്നു. എക്സ്പെക്ട് ചെയ്യാതെ അമ്മ വിൻ ചെയ്തു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷയില്ല അമ്മ ജയിക്കുമോ. നല്ലോണം കളിച്ച് 2 മാർക്ക് 1 മാർക്ക്. അപ്പൊ നമുക്ക് ഇനിയും ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗെയിം, ഭയങ്കര സമയം പോയില്ല, കിടിലായിരുന്നു, നല്ല ഫണ്ണായിരുന്നു. അപ്പൊ ഇതിന്റെ കുറച്ച് ഫുഡൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഇനി ഇതിന്റെ ഒരു പാർട്ട് 2 ആയിട്ട് ഇനിയും വരാം. സോ നിങ്ങൾ എന്റെ എക്സ്പ്രഷൻ, നമ്മളെ എക്സ്പ്രഷൻ വെച്ച് നിങ്ങൾ കണ്ടുപിടിച്ചോ താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയുള്ള ഗൈസ്, ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല? എങ്ങനെയുണ്ട് ഗെയിം? ജയിക്കണ്ടയോ? പങ്കെടുക്കുന്നത് ഫുൾ ടൈം. ബിരിയാണിയൊക്കെ കുറച്ചേ അപ്പൊ എന്തായാലും ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള ബൈ.